ഹായ് ഡിയേഴ്സ്, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഫ്രിഡ്ജിനകത്ത് സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുമ്പോഴുണ്ടാകുന്ന ഒരു ബാഡ് സ്മെല്ല്. അത് കളയാൻ വേണ്ടി ഒന്നല്ല ഒരു 10 ടിപ്പുകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തേത് എല്ലാവർക്കും അറിയുന്ന ഒരു സൊല്യൂഷനാണ്. ഒരു ചെറുനാരങ്ങ മുറിച്ച് അതിന്റെ ഒരു പീസ് ബേക്കിംഗ് സോഡയിൽ അഥവാ അപ്പക്കാരത്തിൽ മുക്കിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കാവുന്നതാണ്. 2-3 കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിന്റെ പല ഭാഗത്തായും വെച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനും ഈ ബേക്കിംഗ് സോഡ വെള്ളത്തിൽ കലക്കിയ ശേഷം ആ ലിക്വിഡ് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ ടിപ്പ്, നേരത്തെ എടുത്തതുപോലെ തന്നെ ഒരു കഷ്ണം നാരങ്ങയിൽ 4-5 ഗ്രാമ്പു കുത്തിവെച്ച ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഏറിയാൽ 1.5 ആഴ്ച മാത്രം ഇങ്ങനെ വെക്കാം. ഫ്രിഡ്ജിലെ ബാക്ടീരിയകളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഈ ഗ്രാമ്പു അഥവാ ക്ലോവ്സിനുണ്ട്. അതുപോലെ തന്നെ ഗ്രാമ്പുവിന് നല്ലൊരു സ്മെല്ല് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെയൊക്കെ ബാഡ് സ്മെല്ലിനെ നീക്കാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തെ ടിപ്പ്, ഇതുപോലൊരു ചെറിയ സ്പോഞ്ച് എടുത്തിട്ട് അതിന്റെ മേലെ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ശേഷം കോഫി പൗഡർ കൂടി നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ബാഡ് സ്മെല്ല് മാറ്റി നല്ലൊരു കോഫിയുടെ സ്മെല്ലായിരിക്കും പിന്നെ ഫ്രിഡ്ജിനകത്ത് മൊത്തം ഉണ്ടാവുക. നാലാമത്തെ ടിപ്പ്, നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ കിട്ടുന്ന നല്ല കട്ടിയുള്ള വിറകിന്റെ കരിക്കഷ്ണങ്ങൾ ഒരു പാത്രത്തിലാക്കിയ ശേഷം ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അഞ്ചാമത്തെ ബാഡ് സ്മെൽ റിമൂവിംഗ് ടിപ്പ്, ഒരു പാത്രത്തിൽ ചെറിയൊരു കഷ്ണം കോട്ടൺ വെച്ചതിന് ശേഷം അതിലേക്ക് വാനില എസൻസ് ചേർത്ത ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. വാനില എസൻസിന്റെ സ്മെല്ല് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഫ്രിഡ്ജിലെ ബാഡ് സ്മെൽ ഇല്ലാതാക്കാനും വളരെ നല്ലതാണ്. ഫ്രിഡ്ജ് എപ്പോഴും ക്ലീൻ ആയിരിക്കാനുള്ള ആറാമത്തെ ടിപ്പ്, ഇതുപോലൊരു പാത്രത്തിലോ ബൗളിലോ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ച ശേഷം അതിലേക്ക് ഒരൽപ്പം കടുക് കൂടി ഇട്ട് വയ്ക്കാവുന്നതാണ്. ഇതൊരു 4 ദിവസം മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാൻ സാധിക്കുകയുള്ളൂ. ഏഴാമത്തെ ബാഡ് സ്മെൽ റിമൂവിംഗ് ടിപ്പ്, ഇതുപോലൊരു ബൗളിലേക്ക് 1 സ്പൂൺ കല്ലുപ്പ് ഇട്ട് വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിലെ ഭക്ഷണ സാധനങ്ങളിൽ നിന്നുണ്ടാകുന്ന ബാക്ടീരിയയെയും ഫംഗസിനെയും ഇല്ലാതാക്കി ഒരു പരിധിവരെയൊക്കെ ചെറിയ ദുർഗന്ധത്തെ അകറ്റി നിർത്താനും സാധിക്കുന്നതാണ്. എട്ടാമത്തെ ടിപ്പ്, ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ എടുത്ത ശേഷം 3-4 ഏലക്ക ചെറുതായി പൊട്ടിച്ചത് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചതച്ച ശേഷം പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ 9ാമത്തെ ഒരു ടിപ്പ് കൂടി പറയാം. ഓറഞ്ചിന്റെ തൊലി, അത് എന്റെ കൈവശം ഇല്ലാത്തത് കൊണ്ടാണ്, ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഒരു പരിധിവരെ ഫ്രിഡ്ജിൽ ഉണ്ടാകുന്ന മോശം സ്മെല്ല് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും. 10ാമത്തെ ടിപ്പ്, ബേക്കിംഗ് സോഡ മാത്രമായി ഒരു ബൗളിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഒരു ക്ലീനിങ് ടിപ്പ് കൂടി പറയാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന വിനാഗിരി ഉപയോഗിച്ച് ഫ്രിഡ്ജിലെ അഴുക്ക് തുടച്ച് വൃത്തിയാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നാരങ്ങാ നീരും ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് കൂടി വെള്ളത്തിൽ ചേർത്തതിന് ശേഷം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. നിങ്ങൾ ലൈക്ക് ചെയ്തതിന് ശേഷം പുതിയൊരു ഓപ്ഷൻ കൂടി യൂട്യൂബിൽ വന്നിട്ടുണ്ട്, ഹൈപ്പ് എന്ന് പറയുന്നത്. അതുകൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക്